രേണു സുധി ഒരു മാധ്യമത്തെ വിളിച്ച് ഇന്റർവ്യൂ നൽകുന്നു. എന്നിട്ട് പറയുകയാണ് എനിക്ക് ക്യാൻസർ തന്നെയാണ്. അതായത് അവർ തന്നെ അത് സ്ഥിരീകരിക്കുകയാണ്. അതുവരെ റൂമേഴ്സ് ആയിട്ടാണ് ഈ വിഷയം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത് രേണു സുധി വെളിപ്പെടുത്തിയതിനു ശേഷവും അവരെ കുറിച്ചുള്ള പലതരത്തിലുള്ള മോശമായ കമന്റ്സ് വരുന്നുണ്ട്. സത്യത്തിൽ ഈ അവസ്ഥയിൽ അവരെ വെറുതെ വിടേണ്ടതല്ലേ സർ? തീർച്ചയായിട്ടും. ഇപ്പം ഞാനിതുവരെ അവരുടെ കാര്യത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോന്റെ മുമ്പിൽ സംസാരിക്കുന്നത്. ഞാനിതുവരെ ഇതിനു മുമ്പ് അങ്ങനെ അവരുടെ ഒരു കേസൊന്നും സംസാരിച്ചിട്ടില്ല. കാരണം അത് കേരളത്തെ ഒന്നും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. ഇതിൽ രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ രേണു സുധി എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഒരു സത്യം ആരെങ്കിലുമൊക്കെ പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം, നമ്മുടെ ഒരു സോക്കോൾഡ് സൗന്ദര്യബോധത്തിന് ചേരുന്ന ഒരാളല്ല എന്നുള്ളത് കൊണ്ടാണ് അവർ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നത്. മനസ്സിലായി? ഇപ്പൊ നമ്മള് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പൊ ഒരു വാളയാറിലെ പെൺകുട്ടികൾ മരിക്കുമ്പോൾ കേരളീയ സമൂഹത്തിന് വലിയ വിഷമം തോന്നാത്തത്? എന്തുകൊണ്ടാണ് ഒരു ആദിവാസി പെൺകുട്ടികൾ ഗർഭിണിയാവുമ്പോൾ തന്നെ ഗർഭം നടത്തുമ്പോൾ തന്നെ മരിച്ചു പോകുമ്പോൾ നമുക്ക് വലിയ വിഷമമൊന്നും തോന്നില്ല? അതേസമയം നമുക്കറിയാം, ഇപ്പൊ കൊല്ലത്ത് നിന്നുള്ള വളരെ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം ഊഹിക്കാവുന്നേ ഉള്ളൂ, ഒരു RTO ഓഫീസ് ജീവനക്കാരിയുടെ ഭാര്യ മരിച്ചു പോയപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയത്. അതെന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ കാണാൻ നമ്മളുടെ സോക്കോൾഡ് സൗന്ദര്യവുമായി ചേർന്ന് പോകുന്നതുകൊണ്ടാണ് വലിയ പ്രശ്നം തോന്നിയത്. കൂടാതെ 1.5 ഏക്കർ 1 ഏക്കർ സ്ഥലം കൊടുത്തതല്ലേ, 80-100 പവൻ കൊടുത്തതല്ലേ, എന്നിട്ടും അത് സംഭവിച്ചല്ലോ എന്നുള്ളത് കൊണ്ടിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്. പേര് പറഞ്ഞാലും കുഴപ്പമില്ല, വിസ്മയയുടെ കാര്യത്തിൽ നമുക്ക് വലിയ സങ്കടം തോന്നിയത് അതുകൊണ്ടാണ്. മാധ്യമങ്ങളും അതുമാത്രമാണ്, കാരണം അത് കാണിച്ചാലേ ആ കാണാൻ ആളുകൾ ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് വിസ്മയുടെ മരണവും ഒക്കെ നമ്മൾ ദുഃഖിപ്പിക്കേണ്ടതാണ് കേട്ടോ, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞത് വേണ്ടെന്നുള്ളതല്ല. പക്ഷെ പലപ്പോഴും ഇത് സമൂഹത്തിലൊരു അനീതിയാണ്, അന്യായമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കൂടിയാണ് ഇപ്പൊ രേണു സുധിക്ക് അത്ര വലിയ സൗന്ദര്യമില്ല. ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്ന അവനവന്റെ കണ്ണുകളിൽ തോന്നുന്നതാണല്ലോ, അല്ലാതെ സൗന്ദര്യത്തിന് ഇങ്ങനെ X Y നിർവചനമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. മനസ്സിലായോ? നമ്മൾക്ക് മാത്സിലെ മറ്റേ തിയറികൾ പോലെ ഡെഫിനിഷൻ ഒന്നും ഇല്ലല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വെറും ശുദ്ധ അസംബന്ധമാണ്. അതൊക്കെ വിറ്റ് കാശാക്കാം, ഇതൊക്കെ ഇവിടെ കാണാൻ കുറെ പേരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ആളുകൾ അവർക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ഇനി ഇതാണ് ഇതിന്റെ ഒരു സൈഡെങ്കിൽ മറ്റൊരു സൈഡ് കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ അവർ വലിയ ബുദ്ധിമുട്ടിലാണ്, കഷ്ടത്തിലാണ്. പക്ഷെ എങ്കിൽ പോലും ചില യാഥാർത്ഥ്യം വരണമല്ലോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണു സുധിയും ഈ പറയുന്ന കാര്യങ്ങളെ യൂസ് ചെയ്തിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഉദാഹരണത്തിന് അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ലക്ഷ്മി നക്ഷത്രം എന്നോ എന്തോ പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു ആങ്കർ. ഈ ആങ്കർ യഥാർത്ഥത്തില് രേണു സുധിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു കാര്യം കണ്ട് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പരന്ന് പോയിട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ വാവളിച്ചിരുന്നു വേണ്ടെന്ന് പറയാം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സുധി മരിച്ചു പോയല്ലോ. ഈ സുധി എന്ന് പറയുന്ന ഒരാള് മരിച്ചുപോയി. അദ്ദേഹം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരു അകാല മരണമാണ്, ആ സമയത്ത് മരിക്കേണ്ട ഒരാളല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വലിയ സെന്റിമെന്റ്സ് ഒക്കെ ഇവർക്ക് അനുകൂലമായിട്ട് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അയാളുടെ ഓർമ്മക്ക് വേണ്ടിയിട്ട് അയാളുടെ വേർപ്പിന്റെ ഗന്ധമുള്ള ഷർട്ട്, ആ ഷർട്ട് കൊണ്ടുപോയി ദുബായിൽ എവിടെയോ കൊടുത്തിട്ട് ആ വേർപ്പിന്റെ ഗന്ധമുള്ള ഒരു പെർഫ്യൂം ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ഇതൊക്കെ എന്തൊക്കെ അഭ്യാസമാണെന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. അതായത് നമ്മൾക്ക് വളരെ ആത്മാർത്ഥമായ സ്നേഹമുള്ള ഒരാളെ ഓർക്കാൻ ഇപ്പൊ അയാളുടെ ഗന്ധമുള്ള പെർഫ്യൂമൊക്കെ വേണോ എൻ്റെ പ്രജിത? എനിക്കറിയാൻ പാടില്ല കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ദുബായിൽ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദുബായിൽ പോകാൻ കഴിയാത്തവർക്ക് ആർക്കും മറ്റേ ഇയാളുടെ ഗന്ധം ഓർക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അയാളോട് ഇഷ്ടമോ ഒന്നുമില്ലേ? ഇതുപോലെയുള്ള കുറച്ച് ആഭാസങ്ങളൊക്കെ തന്നെ ഇവരൊക്കെ കാണിച്ചത് കൊണ്ടുകൂടിയാണ് ഇതിന്റെ പുറത്ത് വലിയ വിമർശനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അവരുടെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്, അതും കൂടി കാണണം നമ്മൾ. ഇപ്പൊ ഈ ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോകളിൽ പോയാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? കുഴപ്പം നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഫേമസ് ആയതായിട്ട് നമുക്ക് തോന്നും. അത് കഴിഞ്ഞ് ബിഗ് ബോസിന്റെ ഈവന്റ് മാനേജേഴ്സ് ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തതനുസരിച്ച് കൂലിക്ക് കാശ് കൊടുത്തിട്ടുള്ള കുറെ ആളുകൾ നമുക്ക് വേണ്ടി ഫാൻ പേജ് ഒക്കെ തുടങ്ങും. ഈ ഫാൻ പേജ് ഒക്കെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഷോയുടെ ഭാഗമാണ് കേട്ടാ, ഷോയുടെ എക്സ്പെൻസ് ആണ് ഇത് മുഴുവൻ. നിങ്ങളിത് അറിയാതിരിക്കണ്ടേ, ഇത് വെറുതെ ആളുകൾ വിചാരിക്കണേ ഇത് ഫാൻ പേജ്. പിന്നെ ഇവിടെയുള്ള ആളുകൾക്ക് സൂക്കടല്ലേ ഇതിൽ പോണ ഓരോരുത്തർക്കും ഫാൻ ക്ലബൊക്കെ ഉണ്ടാക്കാൻ. ഇതൊക്കെ മനഃപൂർവ്വമായി കൃത്യമായി കാശ് കൊടുത്ത് തന്നെ ചെയ്യിപ്പിക്കുന്ന പണിയാണ്. എന്നിട്ട് അവർ എയർപോർട്ടിൽ വന്ന് നിൽക്കും. എയർപോർട്ടിൽ ഇവർ വരുമ്പോഴത്തേക്കും വൻ സ്വീകരണമായിരിക്കും. കുറെ യൂട്യൂബേഴ്സ്, മറ്റേ കുയിലുകളൊക്കെ വന്നേക്കും, കുറെ കുയിൽ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, ആ കുയിലുകളൊക്കെ വന്ന് അവിടെ വന്ന് നിന്ന് ഇവരുടെ ഫോട്ടോ ഒക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞ ആരുണ്ടാവുമെന്ന് ഈ പറഞ്ഞു.
ഇപ്പൊ ഈ നിങ്ങൾ ഓർക്കുന്നുണ്ടോ യഥാർത്ഥത്തില് ഈ അഖിൽമാര വിന്നറായ ആളാണ്. കൊട്ടാരക്കരയിലേക്ക് പുള്ളി ചെല്ലുമ്പോ അവിടെ പാതിരാത്രി പുള്ളിയെ കാത്ത ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പുള്ളി ചെല്ലുമ്പോ സോഡ മേടിക്കാനുള്ള ഒരു കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ കടക്കാരൻ പോലും പുള്ളിനെ തിരിച്ചറിയില്ല. പുള്ളി അതുകൊണ്ട് വിചാരിച്ചത് തൃക്കാക്കരയിൽ വോട്ട് കിട്ടുമെന്നാണ്. ആകെ കിട്ടിയത് എത്ര വോട്ടാണ്? കഴിഞ്ഞവണ കിട്ടിയതിനേക്കാളും കുറവ് വോട്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് പിന്നെ എങ്ങനെ ജീവിക്കും? ഇവര് തന്നെ സെലിബ്രിറ്റി ആയി മാറുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്ക് റോട്ടിലൂടെ നടന്ന് ഇപ്പൊ സത്യം പറഞ്ഞാൽ KSRTC ബസ്സിൽ കയറി സൗകര്യമായിട്ട് അപ്പുറത്ത് പോയി ഇറങ്ങാൻ ഓർഡിനറി ബസ്സിലാണെങ്കിൽ കാശ് പോലും കൊടുക്കണ്ട. പക്ഷെ അത് ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇവർക്ക് വേറെ വല്ല വരുമാനം ഉണ്ടോ? ഉണ്ടാവും. കുറച്ച് ഇപ്പൊ വിജയിക്കുന്ന ആളുകൾ 1-2 പേരെ ഒരു 2-3 തവണത്തേക്ക് 10 തവണത്തേക്ക് 15 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ഒക്കെ തന്ന് ഈ വില ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കും. അതേസമയം ഇപ്പൊ രേണു സുധിയെ പോലെയുള്ള ആളുകൾ അതിനു പോലും വിളിക്കില്ല. പിന്നെ എന്തിനു വിളിക്കും? അപ്പൊ അതുകൊണ്ട് അവര് പിന്നെ വലിയൊരു പെടലിലേക്ക് പെടുകയാണ്. കാരണം എന്താ? അവരൊരു കാറ് വേണം, സൗകര്യങ്ങൾ വേണം, അതുപോലെ ജീവിച്ചു പോകണം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അവരറിയാതെ അവരെ തന്നെ എടുത്ത് എറിയാണ്. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ രേണുസുതി പലപ്പോഴായിട്ട് റീൽസ് അതുപോലെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ബിഗ് ബോസിലേക്ക് പോകുന്നത്. പിന്നീട് ഗൾഫിലൊക്കെ ബാറിന്റെ ഉദ്ഘാടനത്തിനൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ആക്ഷേപം മുഴുവനും വന്നുകൊണ്ടിരുന്നത്. ഞാൻ താങ്കളോട് പറയാം, ഇപ്പൊ ഈ ബാറിന്റെ ഉദ്ഘാടനത്തിന് രേണുസുതി പോകുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നു. അതേസമയം ഫേമസ് ആയിട്ടുള്ള ഒരു നടി പോകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. അതെന്താ? അതാണ് പറഞ്ഞത്. അത് നമ്മുടെ പൊതുബോധമാണ്. അതായത് അവർക്കാണെങ്കിൽ ഇത് എന്ത്, ഇപ്പൊ നയൻതാര എവിടെയൊക്കെ ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും പറയുമോ? ഹണി റോസ് ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്, ആളുകൾക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇവര് ഉദ്ഘാടനം ഇനി അപ്പൊ വേറെ ചില ആളുകൾ പറയുന്നത് മറ്റു പല കാര്യങ്ങളാണ്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അതൊന്നും ഉണ്ടാവൂലേ? അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ അവര് തന്നെ സെലിബ്രിറ്റികളാണെന്ന് വിചാരിച്ചു ഒരു ട്രാപ്പിലേക്കാണ് വീടുവാണ്. പ്രത്യേകിച്ചും ഈ ബിഗ് ബോസിലൊക്കെ പറഞ്ഞ ആളുകൾക്കൊന്നും യാതൊരുവിധ കഴിവില്ല. അതിൽ മോഹൻലാൽ ഒഴികെ ബാക്കി ആർക്കും ജീവിക്കാൻ. മോഹൻലാൽ ശരിയാണ്, അദ്ദേഹം അസാമാന്യനായിട്ടുള്ള നടനാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് ഈ കോപ്രാച്ചിയൊക്കെ കാണിച്ച് കുറച്ച് കാശുണ്ടാക്കി പോയാലും അപ്പുറത്ത് പോയിട്ട് സുഖമായിട്ട് പുള്ളിക്ക് എന്ത് ചെയ്യാം? അവരൊന്നും വീഴൂല. ഇപ്പൊ അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസ്ഥാനം നടത്തി അമിതാഭ് ബച്ചൻ കുത്തുവാളായി പോയതാണ്, കമലഹാസൻ കുത്തുവാളായി പോയതാണ്. പക്ഷെ പ്രശ്നം അവര് വീഴൂല. കാരണം അവരുടെ കയ്യിൽ ഒരു ടാലന്റ് ഉണ്ട്, ഒരു മിടുക്ക് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റും. ഇവരുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. ഇവരെ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഇപ്പൊ ശ്രുതിയോടുള്ളൊരു വികാരം, അത്തരത്തിലുള്ള വികാരങ്ങളെ എന്ത് ചെയ്യാനായിട്ട് ഇവരെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? പിന്നെ എന്നിട്ട് അവർക്കെതിരെ ഭീകരമായിട്ടുള്ള വിമർശനം. എനിക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോ പരമ പുച്ഛമാണ് തോന്നുന്നത്. അവരെയൊക്കെ ഒരു ടോപ്പിക്കാക്കി എടുത്തുകൊണ്ട് അവരെ വിമർശിച്ച് അവരെന്താ കേരളത്തിലെ സാമൂഹിക പ്രശ്നമാണ് ഇത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞ ഈ നാട്ടിലുള്ള ഒരുപാട് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സത്യത്തിൽ ആളുകൾക്ക് മനസ്സിലായല്ലോ, അവരവരുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഗതികേട് കൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാനുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു കാര്യമാണ്. പിന്നെ നേരത്തേക്ക് അവർ ഈ സുധിയുടെ ഓർമ്മകളും സുധിയുടെ ആളുകൾക്കുള്ള സ്നേഹവും ഒക്കെ ഒരു ചാനൽ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് പെരുപ്പിച്ചുകൊണ്ടാണ്. അല്ലാതെ അവർക്കാർക്കും അറിയില്ല. ഞാൻ ഈ സുധി ഒരു തവണ കണ്ടിട്ടുള്ളത്, എനിക്ക് തന്ന് ഈ സുധിയോട് പോലും എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി. മരിച്ചുപോയതാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഓഫീസിലുള്ള ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഈ എറണാകുളത്തുള്ള ശ്വാസ് എന്ന് പറയുന്ന ഒരു ബിൽഡേഴ്സ് ഉണ്ട്, അവരുടെ ഫ്ലാറ്റിൽ ഞാൻ എടുത്തിരുന്നു. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുമ്പോന്നുണ്ടെങ്കിൽ ആ ഫ്ലാറ്റിന്റെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ സുധി മരിച്ചുപോയി, അദ്ദേഹത്തോട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ എങ്കിലും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ചെന്ന് കാറിൽ ഇറങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫ്ലാറ്റിൽ കയറിയിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ സുധി അവിടെ സൈഡിലേക്ക് ഉണ്ട്, വേറെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, അവർക്കൊരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ താമസിക്കാൻ വേണ്ടി. അപ്പൊ സുധി വെറുതെ ഹായ് ഹൂ ഹി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. വല്ല കഴിച്ചിട്ടൊക്കെ ഇരിക്കും നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ എന്ത് ചെയ്യില്ല. എന്നിട്ട് എന്നെ നോക്കി കൈ പൊക്കി കാണിച്ചു. അപ്പൊ സ്നേഹത്തോടുകൂടിയാണ് കൈ പൊക്കി കാണിച്ചു, ഹലോ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, കൈ പൊക്കി കാണിച്ചു. ഞാൻ പോകുന്നു. എനിക്ക് പരിചയമുള്ള ഒരാളല്ല. പക്ഷെ താങ്കൾ പറയുന്ന പോലെ ഈ പറയുന്ന അവരുടെ ജീവിതത്തിൽ അദ്ദേഹം മരിച്ചുപോയതിൽ അദ്ദേഹം അനുഗ്രഹീതനായ കലാകാരനാണ്, നല്ല മിടുക്കനായിട്ടുള്ള മനുഷ്യനാണ്. ആ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ അതിന്റെ സ്നേഹം ഇവർക്ക് ഉണ്ടാവുമ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാക്കാത്ത കാര്യം പ്രജിത, അദ്ദേഹത്തിന്റെ മരിച്ചപ്പോൾ ഇട്ടിരുന്ന ഷർട്ടിന്റെ മണമുള്ള പെർഫ്യൂമൊക്കെ ഉണ്ടാക്കി അതൊരു റീലാക്കി അതൊരു വീഡിയോ ആക്കി ഇവിടെ നിന്ന് ഈ പറയുന്ന പോലെ മഹീന്ദ്ര താറിനകത്ത് എടുക്കുന്നു. ആദ്യം അവിടെ ദുബായിൽ പോയത് കാണിക്കുന്നു. ദുബായിൽ പോയത് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കടക്കാർക്കുള്ള പ്രൊമോഷനാണ്. എന്താ, നമുക്ക് വേണ്ട ഒരു പെർഫ്യൂം അവരെന്ത് ചെയ്ത് തരും, ഏത് മണം കൊണ്ടുവന്നാലും അതിന്റെ പെർഫ്യൂം അവർ
ഉണ്ടാക്കി തരും. എന്നിട്ട് അത് കേരളത്തിൽ വരുന്നു, എന്നിട്ട് മഹീന്ദ്ര താർ എടുത്ത് കൊണ്ടുപോകുന്നു, എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ അമിതമായിട്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് അത് എന്ത് ചെയ്യപ്പെടും, ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അത് ഒരു കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒരു സൗന്ദര്യ ബോധത്തിന് അവർക്ക് പറ്റിയതല്ല എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം വേറെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ കാണിച്ചാലൊന്നും, എനിക്ക് ചില നടികളോടൊക്കെ എനിക്ക് വലിയ ബഹുമാനം ഉണ്ട് കേട്ടോ. ഈ ചില ആളുകളോട് ഇപ്പൊ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാദ്യം തന്നെ അവിടെ വരുമ്പോഴത്തേക്കും അവര് ശരിക്കും പറഞ്ഞാൽ താമസിക്കാൻ ഒരു സ്ഥലത്ത് വരുമ്പോൾ അവരുടെ കയ്യിൽ കാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പോഴും ബസ്സിൽ കയറി പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പക്ഷെ അവര് എന്ന് പറഞ്ഞാൽ കാർ എടുക്കാവുന്ന ഫിനാൻഷ്യൽ സാഹചര്യത്തിലേക്ക് മാറുമ്പോഴേ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ ടാക്സി വിളിച്ചോ കാർ വിളിച്ചോ പോണേന് മടിക്കണ്ടായില്ല. പക്ഷെ ഈ നടിമാരിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളിലോ ഒക്കെ തന്നെ മിക്കവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്തപ്പോ തന്നെ ഇവർ എന്ത് ചെയ്യും, ഇവര് സ്വയം സെലിബ്രിറ്റിയായി മാറുകയും ഇവർ അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചു തുടങ്ങുകയും ചെയ്യും. പിന്നെ അതിൽ നിന്ന് പുറകോട്ട് പോരാൻ പറ്റില്ല. അങ്ങനെ പുറകോട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏമമ്പലൊക്കെ ചെല്ലുകയും ഒരു കാര്യത്തിനും എതിരെ ഇവർ പറയാതിരിക്കുകയും ചെയ്യുന്നത്. ഏതെങ്കിലും നടി ഈ പറയുന്ന പോലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു നിലപാടെടുത്ത് അറിയാമോ? പറ്റാത്ത എന്തുകൊണ്ടാ? ഇങ്ങനെ ജീവിച്ചു പോയി. ഇനി അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് പറ്റും. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മോശപ്പെട്ട കാര്യമല്ല കേട്ടാ. നിങ്ങളുടെ നിലപാട് പറയാതിരുന്നേ പറ്റുള്ളൂ. മനസ്സിലായോ? അത് തന്നെയാണ് സിനിമാ രംഗത്ത് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടല്ലേ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണ് മോഹൻലാലാണോ മമ്മൂട്ടിയാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ മോഹൻലാലിനേക്കാൾ നല്ലതാണല്ലോ, മമ്മൂട്ടിയേക്കാൾ നല്ലതാണല്ലോ, മോഹൻലാലിനേക്കാൾ നല്ലതാണല്ലോ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അതൊന്നും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അത് ഇവിടെ നിന്ന് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് രേണുസുധിയുടെ മാത്രം തലയിൽ കയറേണ്ട ഒരു കാര്യവുമില്ല. അവർക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷമെങ്കിലും ഇനി ഈ തോന്നിയവാസങ്ങൾ നിർത്തും.